നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇലെ ഖുതുബയ്ക്ക് ശേഷം 81 ദിവസമാണ് ജീവിച്ചത്. ഇദാ ജാ നസ്റുല്ലാഹി എന്ന സൂറത്ത് ഇറങ്ങിയിട്ട് 50 ദിവസമാണ് ജീവിച്ചത്. ഇതൊക്കെ ഒടുക്കത്തെ ആയത്താണ്. അവസാനത്തെ ആയത്ത് തൗബയിലെ 128 129 ആയത്താണെന്നാണ് പ്രമുഖമായിട്ടുള്ള അഭിപ്രായം. അതിനുശേഷം 35 ദിവസം. ആ ആയത്താകട്ടെ അർത്ഥവത്തായ ആയത്താണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. അല്ലാഹു പറയാണ്, നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു. പ്രബലമായ റിപ്പോർട്ടിൽ ഇതാണ് ഖുർആനിലെ ഒടുക്കത്തെ ആയത്ത്, ഒടുക്ക ഇറങ്ങിയ ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കൊരു വിഷമം പറ്റുമ്പോഴേക്ക് ഹൃദയം നൊന്തു പോകുന്ന റസൂൽ. അല്ല പറയാണ്, ആകാശങ്ങളുടെ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വലിയ മോഹവും ജിജ്ഞാസയുമുള്ള റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അലിവും കാരുണ്യവുമുള്ള റസൂൽ. പിന്നീടുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായിട്ട് 2 ദിക്റുകൾ ആവർത്തിക്കുമായിരുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദികല്ലാഹുമ്മ ഗഫിർലി, എനിക്ക് പുറത്തു തരണേ, നീ എത്ര പരിശുദ്ധൻ, നിന്നെ സ്തുതിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദി. ഒരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റുകൊണ്ട് മദീനയിലെ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള ബഖീഇലെ ഖബർസ്ഥാനിലേക്ക് പുണ്യനബി പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിപ്പിന്നാണ് എഴുന്നേറ്റ് പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി ഞാനും പിന്നാലെ പോയി. കൂടെ 2 വീട്ടിലുള്ള ജോലിക്കാരായ കുട്ടികൾ കൂടി. ആ കുട്ടികൾ 2 പേര് അബൂ റാഫിയും അബൂ മുവൈഹബയും, 2 ആളും കൂടിയിട്ട് പിന്നാലെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോ തന്നെ തന്റെ പ്രിയപ്പെട്ട വീട്ടിലെ ജോലിക്കാരനായ കുട്ടിയെ ഉണർത്തിയിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു ബഖീഅുകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കുട്ടി കൂടെ പിന്നാലെ പോയി. ആയിഷ ബീവി പതുങ്ങിയിട്ട് മാറി നിന്നിട്ട് കണ്ടു.